അതെ, അപ്പോഴില്ലേ ഞാൻ ഇന്നിനി ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റും മഞ്ഞളും കൂടിയുള്ള ഒരു ലേഹമാണ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനാവശ്യത്തിനുള്ള 4 അല്ലെങ്കിൽ 5 തേങ്ങ എടുക്കണം. എന്നിട്ട് ഈ ക്യാരറ്റ് നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്യണ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഞാൻ ബാക്കിയും കൂടെ എടുക്കും. 2 കിലോ ക്യാരറ്റ്, 1/2 കിലോ മഞ്ഞൾ, അതാണ് പാകം. 5 തേങ്ങ, ഇതാണ് പാകം. അപ്പോൾ ഇതിനി നമ്മൾ പച്ചക്കറി ഒരതിൻ്റെ സ്ലൈസറിൽ നല്ല വൃത്തി അങ്ങനെ ഒരതി നല്ല നൈസ് പോലത്തെ നൂല് പോലത്തെ ഇതാക്കി എടുക്കണം. പിന്നെ ഇത് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലിൽ വേണം മഞ്ഞൾ മിക്സിയിൽ എടുക്കാൻ. അപ്പോൾ നമുക്കിത് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ആ എടുത്ത നൂല് പോലത്തുള്ള ഈ ഒരു മെത്തേഡിൽ വേണം എടുക്കാനായിട്ട്. ഇതാണ് ഈ ഒരു നമുക്ക് വലുതുണ്ട്. ഈ വലുതിൽ ഒരതാൻ പാടില്ല, ഇതിലുള്ള ഈ ചെറുതിൽ ഒരതണം. വലുതിൽ ഒരതരുത്. മിക്സിയിൽ ഇത് അടിച്ചു എടുക്കാൻ പാടില്ല, ഒരതി തന്നെ എടുക്കണം. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്യണതുകൊണ്ട് എനിക്ക് ഒരതുമ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒരതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ പരുവത്തിൽ നമ്മൾ നല്ല വൃത്തിയായി ഒരതി എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഒരതട്ടെ. അപ്പോൾ അതാ 5 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിലടിച്ച് തേങ്ങാപ്പാലെടുക്കാം. അങ്ങനെ മഞ്ഞൾ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ലേഹം ഞാൻ മഞ്ഞളൊക്കെ തേങ്ങാപ്പാലിൽ അടിച്ച് ഇതിൽ ചേർത്ത്. ക്യാരറ്റ്, മഞ്ഞൾ, തേങ്ങാപ്പാൽ, ശർക്കര പാനി, ഇത് ഇത്രയും കൂടിയാണ് ഇപ്പോൾ ഈ വേവണത്. ഇനി ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഈ നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ പാടെ ഇങ്ങനെ വെന്ത് നല്ല മുറുകി ലേഹമായി വരും. അപ്പോൾ പിന്നെ മഞ്ഞൾ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത് അടിച്ചിട്ട് മിക്സ് ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നമ്മളെ ലേഹത്തിനുള്ള സാധനം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് മരുന്നൊന്ന് മുറുകിയിട്ട് അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മഞ്ഞൾ ക്യാരറ്റ് ലേഹം ടൈറ്റായി വന്നിട്ടുണ്ട്, മുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ ഒന്നും കൂടി ഇളക്കുമ്പോഴത്തേക്കും ഒന്ന് മുറുകി വരും. ഒന്നും കൂടി ഒന്ന് മുറുകാനുണ്ട്. ഇതൊരു ലൂസ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവാനുണ്ട്. അങ്ങനെ മഞ്ഞൾ ക്യാരറ്റ് ലേഹം റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം.